നമ്മുടെ ഇവിടെ മഞ്ഞ് തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഡിസംബർ തൊട്ട് ഒരു മാർച്ച് വരെ. ഫെബ്രുവരിയിൽ കനത്ത മഞ്ഞ് വീഴ്ച, മാർച്ച് ഒരു പകുതി കഴിയുമ്പോഴത്തേക്ക് മഴ പെയ്യാൻ തുടങ്ങും. ഒരു ഏപ്രിൽ മാസം സ്പ്രിംഗ് ആണ് ആ സമയം. അപ്പൊ വിന്റർ കഴിഞ്ഞ് സ്പ്രിംഗ് എത്തി. അത് കഴിഞ്ഞ് ഒരു ജൂൺ മാസം, ജൂലൈ മാസം, ഓഗസ്റ്റ് മാസം. അതെ, വണ്ടർഫുൾ ടൈം. ഇവിടെ കാനഡയ്ക്ക് വരാനായിട്ട് ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ വരുമല്ലോ, അതെ, ഏറ്റവും ബെസ്റ്റ് സമയം ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്. അവർക്ക് പറ്റുന്ന ക്ലൈമറ്റുമാണ്. അതെ. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ സെപ്റ്റംബറിലേക്ക് നമ്മൾ കിടക്കും. സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ പയ്യെ ഈ ചൂട് ഒന്ന് കുറഞ്ഞു വരുന്ന ഒരു സമയം. ഒരു സെപ്റ്റംബർ അവസാനം ഒരു ഒക്ടോബർ ആണ് കാനഡയിൽ തന്നെ ബ്യൂട്ടിഫുൾ ഭംഗി. കാരണം അതിന്റെ കാരണം മരങ്ങളെല്ലാം കളർ മാറും. പച്ച കളറായിട്ടുള്ള സാധനം പയ്യെ അത് മഞ്ഞയാണ്, പിന്നെ അത് ചുമല, ഓറഞ്ച്, ബ്രൗൺ, അല്ലെങ്കിൽ പറ്റാവുന്ന കളറുകളെല്ലാം. ആ കളറിലെ ഇലകൾ മൊത്തം റോഡിൽ വീണ് കിടപ്പുണ്ടാവും. ഓ സത്യം, അത് വേറൊരു ഭംഗിയാണ് അത് കാണാനായിട്ട്. ബ്യൂട്ടിഫുൾ ടൈമിംഗ് ആണ് അത്. അതും കഴിഞ്ഞ് ഒരു ഒക്ടോബർ കഴിഞ്ഞ് നവംബറിലേക്ക് കയറുമ്പോഴത്തേക്ക് ഈ ഇലകളെല്ലാം പോകും. പയ്യെ ഡിസംബർ ആകുമ്പോഴത്തേക്ക്, നവംബർ ഡിസംബറിലേക്ക് ഫുള്ള് മരങ്ങളുടെ ഇലയും പോയി. ബാക്ക് ടു ദ സൈക്കിൾ. ഇതാണ് നമ്മുടെ കാനഡ. അതെ.